കൊല്ലത്തെ 7 വയസ്സുകാരിക്ക് പേവിഷബാധയേറ്റ സംഭവത്തിൽ പട്ടികടിയേറ്റ ദിവസം തന്നെ കുത്തിവയ്പ് നടത്തിയെന്ന കുട്ടിയുടെ അമ്മ ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൈയിലെ മുറിവ് ഉണങ്ങി വരുന്നതിനിടയിലാണ് പനി ബാധിക്കുന്നതെന്നും അമ്മ പറഞ്ഞു. അവിടെ വെച്ച് തന്നെ ഞങ്ങൾ കഴുകി അപ്പം തന്നെ ഹെൽത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ചു കാര സോപ്പിട്ട് കുറേ കഴുകി അതിനകത്തുണ്ടായിരുന്ന വേസ്റ്റ് എല്ലാം പറിച്ച് കളഞ്ഞു. അവിടുന്ന് ഒരു റാബിസ് വാക്സിൻ എടുത്തുകൊണ്ട് നേരെ പുനലൂർ താലൂക്കിൽ കൊണ്ടുപോയി അവിടെ കാണിച്ച് ഇഞ്ചക്ഷൻ എടുത്തു. മുറിവിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്തു. മുറിവ് കൊണ്ട് കാണിച്ചപ്പോൾ മുറിവ് ഫുൾ കരിഞ്ഞു, കുഴപ്പമില്ല. ഞെക്കി നോക്കിയപ്പോൾ വേദനയൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ ഇനി മോളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. 29-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ഈ ബാക്കിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു. അതിനകത്തൊരു കുത്തിവലി വന്നു. അങ്ങനെ കുത്തിവലി വന്നു. ബാക്കിയുള്ള മുറിവിനെല്ലാം കുത്തിവലിയായി. കൈ പിന്നെ വേദനയായി. അങ്ങനെ രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടി. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, അമ്മയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അമ്മ പറയുന്നത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, എല്ലാം കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അതിനിടയിൽ മുറിവ് ഉണങ്ങി വന്ന സമയത്താണ് കുട്ടിക്ക് പനി ബാധിക്കുന്നത് എന്ന് തന്നെയാണ്. ദേവിക, ആദ്യ ഡോസ് മരുന്നുകളെല്ലാം പൂർത്തീകരിച്ചിരുന്നു. ഇനി ഒരു ഡോസ് മാത്രം അവശേഷിക്കുകയാണ് കുട്ടിക്ക് അസ്വസ്ഥത തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ ശാരീരികമായ അസ്വസ്ഥതയും പനിയും തുടങ്ങുന്നത് അതിനുശേഷമാണ്. അതായത് 28-ാം തീയതി, ഇക്കഴിഞ്ഞ 28-ാം തീയതിയാണ് ഇത്തരത്തിൽ കുട്ടിക്ക് ഒരു അസ്വസ്ഥത തുടങ്ങുന്നത്. തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ ആണ് അറിയുന്നത് ഇത്തരത്തിൽ പേവിഷബാധ ഉണ്ടായി എന്നറിയുന്നത്. ഇക്കഴിഞ്ഞ 8-ാം തീയതി ഏപ്രിൽ 8-ാം തീയതിയാണ് കുട്ടിക്ക് നായയുടെ കടിയേൽക്കുന്നത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി. മുറ്റത്തേക്ക് ഓടിയെത്തിയ തെരുവ് നായ താറാവിനെ കടിക്കാൻ ശ്രമിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് കണ്ട് കുട്ടി നായയെ ഓടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് നായ കുട്ടിയുടെ നേർക്ക് വരികയും വലത് കൈയുടെ മുട്ടിന് കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കടിയേറ്റ ഉടൻ തന്നെ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കൈ കഴുകിയതിനു ശേഷം തൊട്ടടുത്തുള്ള വിളക്കുടിയിലുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിയെ പ്രവേശിച്ചു. അവിടെ വെച്ച് തന്നെ ആദ്യത്തെ ഡോസ് മരുന്ന് നൽകി. തുടർന്ന് വൈകുന്നേരം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ആന്റി റാബിസ് വാക്സിൻ നൽകുകയും ചെയ്തു. തുടർന്ന് ആണ് ഈ ഘട്ടമായിട്ടുള്ള മരുന്നുകൾ പിന്നീട് നൽകിയത്. പല തീയതികളിലായി നൽകുകയും ചെയ്തു. അതിൻ്റെ അവസാന ഡോസ് തീരാൻ ഈ മാസം 6-ാം തീയതി, മെയ് മാസം 6-ാം തീയതി അവസാന ഡോസ് തീരാനിരിക്കെയാണ് കുട്ടിക്ക് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാവുകയും പനി ഉണ്ടാകുകയും ചെയ്തത്. തുടർന്ന് ആണ് പേവിഷബാധ സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കുട്ടി തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. കുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്നാണ് മെഡിക്കൽ ഓഫീസറും അതോടൊപ്പം തന്നെ SAT സൂപ്രണ്ട് നമ്മളോട് വ്യക്തമാക്കിയത്. ഇപ്പോൾ SAT സൂപ്രണ്ട് തന്നെ പറയുന്നത്, അതായത് വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് കുട്ടിക്ക് ഈ പേവിഷബാധ സ്ഥിരീകരിച്ചു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒരു പ്രശ്നമായി നിൽക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഈ SATയുടെ സൂപ്രണ്ട് നമ്മളോടൊപ്പം പറയുന്നത്, ഡോക്ടർ ബിന്ദു പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആഴത്തിൽ കൈയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ശരീരത്തിന് മുകളിലോ അല്ലെങ്കിൽ കൈകളിലോ മറ്റ് സ്ഥലങ്ങളിൽ ഞരമ്പിൽ കൊള്ളത്തക്കവണ്ണം ആഴത്തിൽ മുറിവേൽക്കുകയാണെങ്കിൽ വൈറസ് ഏറ്റവും വേഗത്തിൽ പ്രസരിക്കാൻ കഴിയും. അങ്ങനെ വൈറസ് പ്രസരണം ഏറ്റവും വേഗത്തിലായാൽ അത് ആരോഗ്യനിലയെ ബാധിക്കുന്ന രീതിയിലും ഈ മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടും കാര്യമില്ല എന്ന നിലയിൽ എത്തും എന്നാണ് ഇപ്പോൾ ഒരു ഡോക്ടർ ബിന്ദു നമ്മളോട് പറയുന്നത്. അവർ SAT സൂപ്രണ്ടാണ്. ബിന്ദു നമ്മളോട് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ടാകാം ചിലപ്പോൾ ഇത്തരത്തിൽ ഈ ആൻറ്റി വാക്സിൻ എടുത്തിട്ടും, അതായത് വാക്സിൻ്റെ കാര്യക്ഷമമില്ലായ്മയല്ല കുട്ടിക്ക് പേവിഷബാധ ഏൽക്കാൻ കാരണം, ഇത്തരത്തിൽ ആഴത്തിൽ മുറിവേറ്റതാണെന്നാണ് ആകാമെന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അതിലൊരു കൃത്യത എന്ന് പറയാൻ, ഈ SAT ആശുപത്രി പ്രവേശിച്ചപ്പോൾ മുറിവ് പൂർണ്ണമായും ഉണങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുറിവിൻ്റെ ആഴം കണ്ടെത്താൻ അറിയില്ലായിരുന്നു. എത്രത്തോളം ആഴമുണ്ട് എന്ന് ഡോക്ടർമാർക്ക് അറിയുകയും ചെയ്തില്ല. എന്തായാലും കുട്ടി തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ നിലവിലുള്ള. കുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ വഷളാക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് 2-ാം തവണയാണ് ഇത്തരത്തിൽ, ഇപ്പോൾ നിലവിൽ 1 മാസത്തിനിടയിൽ 2-ാം തവണയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആൻറ്റി വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കുന്നത്. മറ്റൊന്ന് സമാനമായ ഒരു സാഹചര്യത്തിലായിരുന്നു കോഴിക്കോട് ഒരു കുട്ടിക്കാണെങ്കിൽ. ഇത് കൊല്ലത്ത് കുന്നിക്കോടിന് സമീപം വിളക്കുടി എന്ന് പറയുന്ന പ്രദേശത്തുള്ള 8 വയസ്സുകാരിക്കാണ് ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് പേവിഷബാധ ഏൽക്കുന്ന നിലയിലേക്ക് മാറുകയും ചെയ്തത്. ദേവിക.